നമുക്കിന്ന് വിശ്വാസത്തിൻ്റെ ഒരു കഥ പറയാം. ഒരു ഗ്രാമത്തിനടുത്ത് മലകളുടെ ഇടയിൽ ഒരു ചെറു സന്യാസി ആശ്രമം ഉണ്ടായിരുന്നു. അവിടെ ശാന്തൻ എന്ന ഒരു യുവ സന്യാസി താമസിച്ചിരുന്നു. ശാന്തൻ വളരെ നിശബ്ദനായ ആളായിരുന്നു. പക്ഷേ അവൻ്റെ ഉള്ളിൽ ഒരു വലിയ സംശയം എപ്പോഴും ഉണ്ടായിരുന്നു. ആരെയാണ് വിശ്വസിക്കേണ്ടത്? എല്ലാവരും ഒരേപോലെയാണോ? വിശ്വാസം കൊടുത്താൽ വഞ്ചിക്കപ്പെടുമോ? ഈ ചിന്തകൾ അവനെ ഉറക്കം കെടുത്തി. ഒരു ദിവസം ആശ്രമാധിപൻ ശാന്തനോട് പറഞ്ഞു, മകനെ, നീ താഴ്വാരയ്ക്കും അപ്പുറം ഒരു സന്യാസിയെ പോയി കാണൂ. നീ അന്വേഷിക്കുന്ന ഉത്തരം എവിടെ ഉണ്ടാകും. ശാന്തൻ യാത്ര തിരിച്ചു. യാത്രക്കിടയിൽ ഒരു പഴയ മരപ്പാലം, താഴെ ഒഴുകുന്ന കനത്ത നദി, പാലം ശക്തിയായി കുലുങ്ങുന്നു. ശാന്തൻ നിന്നു. കാലുകൾ മുന്നോട്ട് പോകുന്നില്ല. അവിടെ ഒരു വൃദ്ധൻ എത്തിച്ചേർന്നു. കയ്യിൽ ഒരു ചെറിയ കെട്ട് മാത്രം. വൃദ്ധൻ ചോദിച്ചു, മകനെ, എന്താണ് നിൽക്കുന്നത്? ശാന്തൻ പറഞ്ഞു, പാലം തകരുമോ എന്ന ഭയം ഉണ്ടെനിക്ക്. വൃദ്ധൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതിലൂടെ 40 വർഷമായി നടക്കുന്നു. അദ്ദേഹം പാലത്തിലേക്ക് കാൽ വെച്ചു. ശാന്തൻ നോക്കി നിന്നു. ശാന്തൻ്റെ മനസ്സിൽ പോരാട്ടമായി. ഈ മനുഷ്യനെ വിശ്വസിക്കണോ? അദ്ദേഹം വീണാൽ ഞാനും വീഴില്ലേ? വൃദ്ധൻ പിന്നോട്ട് നോക്കി പറഞ്ഞു, വിശ്വാസമില്ലാതെ ഒരുപാട് പാലങ്ങൾ ജീവിതത്തിൽ കടക്കാൻ കഴിയില്ല. ശാന്തൻ ഒരു ദീർഘനിശ്വാസം എടുത്തു. ഒരടി, മറ്റൊരു അടി, അങ്ങനെ മുന്നോട്ട്. പാലം തകർന്നില്ല. അങ്ങനെ മറുവശത്തെത്തി. ശാന്തൻ ആശ്വാസത്തോടെ നിന്നു. വൃദ്ധൻ പറഞ്ഞു, പാലം വിശ്വസിച്ചതല്ല, നിൻ്റെ ഉള്ളിലെ ധൈര്യത്തെ നീ വിശ്വസിച്ചു. നീ പാലത്തെ അല്ല വിശ്വസിച്ചത്, നിൻ്റെ ഉള്ളിലെ ധൈര്യത്തെ നീ വിശ്വസിച്ചു. അടുത്ത നിമിഷം വൃദ്ധൻ അവിടെ ഉണ്ടായിരുന്നില്ല. ശാന്തൻ അത്ഭുതത്തോടെ ആലോചിച്ചു. അത് ഒരു പാഠമായിരുന്നു. എനിക്കൊരു പാഠം തന്നതായിരുന്നു എൻ്റെ ഗുരു. ഇതിനെക്കുറിച്ച് നമുക്ക് എന്താണ് എന്ന് ഇതിൻ്റെ തിരിച്ചറിവ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ശാന്തൻ ആശ്രമത്തിലേക്ക് മടങ്ങി. അവൻ പഠിച്ചത് എല്ലാവരെയും അന്ധമായി വിശ്വസിക്കരുത്, പക്ഷെ ഒരാളെയും വിശ്വസിക്കാതെ ജീവിക്കാനുമാവില്ല. ആദ്യം സ്വയം, പിന്നെ ജീവിതത്തെ, അതിനുശേഷം മറ്റുള്ളവരെ. ഇതിലെ സന്ദേശം എന്താണ്? വിശ്വാസം മറ്റുള്ളവർക്കുള്ള സമ്മാനമല്ല, അത് നമ്മുടെ ആത്മാവിന് നൽകുന്ന ശക്തിയാണ്. ഒരു പാലം കടക്കാൻ ഒരു മരത്തെ വിശ്വസിക്കേണ്ടതില്ല, മുന്നോട്ട് വയ്ക്കുന്ന സ്വന്തം കാലിനെ വിശ്വാസമുണ്ടായാൽ മതി. നന്ദി. എല്ലാവർക്കും നല്ല ഒരു കഥ പറഞ്ഞു തരാൻ സാധിച്ചതിന് നന്ദി. താങ്ക് യു. നമസ്തേ. വിശ്വാസം എന്നത് അന്ധമായ വിശ്വാസമല്ല, സ്വന്തം ഉള്ളിലെ ധൈര്യമാണ് എന്ന ബോധം നൽകുന്ന ഒരു ശാന്തമായ കഥയാണിത്. ആത്മപരിശോധനയ്ക്കും ധ്യാനചിന്തയ്ക്കും അനുയോജ്യമായത്. വിശ്വാസം മറ്റുള്ളവർക്കുള്ള സമ്മാനമല്ല, അത് നമ്മുടെ ആത്മാവിന് നൽകുന്ന ശക്തിയാണ്. ഒരു പാലം കടക്കാൻ മരത്തെ വിശ്വസിക്കേണ്ടതില്ല, മുന്നോട്ട് വയ്ക്കുന്ന സ്വന്തം കാലിൽ വിശ്വസിച്ചാൽ മാത്രം മതി. താങ്ക് യു. നമസ്തേ.